നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് വ്യാഴം 9ഉം 10ഉം ഭാവത്തിലും, ശനി 5ലും 5ഉം 6ഉം ഭാവങ്ങളിലും, രാഹു 4ലും 3ലുമായിട്ട് ഗോചരം ചെയ്യുകയാണ്. വർഷം ആദ്യം തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് നടത്താനും ഉത്തരവാദിത്തമുള്ള പല പ്രവൃത്തികളും ഏറ്റെടുക്കാനും കഴിയും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കാനൊക്കെ അവസരം വന്നു ചേരുന്നുണ്ട്. തൊഴിലിന് വേണ്ടി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അതിൽ പ്രവേശിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം പ്രതീക്ഷിക്കുക. ഇതിനു മുമ്പ് 1-2 വട്ടമൊക്കെ എഴുതിയിട്ട് പാസ്സാവാതിരുന്നവർക്ക് ഇപ്പോൾ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേസ്, കോടതിയൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാം. ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ മാറ്റി വാങ്ങാൻ യോഗം കാണുന്നു. കർമ്മത്തിലെ പുഷ്ടിയും സാമ്പത്തിക നേട്ടവും അനുഭവയോഗ്യമാകാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്ന കാലമാണ്. കുടുംബാംഗങ്ങൾക്ക് രോഗാരിഷ്ടത, പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് രോഗം പിടിപെടാൻ സാധ്യത. സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബാങ്ക് ലോണുകളൊക്കെ കാത്തിരിക്കിട്ട് ഇതുവരെ കിട്ടാതെ തടസ്സത്തിൽ നിന്നിരുന്നവർക്ക് ബാങ്ക് ലോണുകളൊക്കെ സാങ്ഷനായി ഓക്കെ ആയിട്ട് വരുന്നതാണ്. വർഷമധ്യത്തോടു കൂടി കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങളും ശത്രുവർദ്ധനയും സ്വജന വിരോധവും ഒക്കെ ഉണ്ടാകാം. അകാരണമായിട്ടുള്ള ദേഷ്യം നിയന്ത്രിക്കുന്നത്, ക്ഷിപ്രകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് പല നഷ്ടങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കാം. സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാനുള്ള തലങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ആത്മീയ ചിന്തകൾ മൂലം മനസ്സ് എപ്പോഴും ശാന്തമാകുന്നതാണ്. കൂടുതൽ ഗുണഫലങ്ങൾക്കായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല ചാർത്ത്, നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് ഇവ നടത്തുന്നത് ഉത്തമമായിരിക്കും.